നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ ലാലിഗ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. ഓരോ ക്ലബ്ബുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ വിശദമായിട്ട് ആരാധകർ എടുത്തു നോക്കുന്നൊരു സമയം കൂടിയാണിത്. റയലിൻ്റെ കാര്യത്തിൽ ആരാധകർക്കുള്ള ആശങ്ക അവരുടെ മിഡ്ഫീൽഡിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കമവിംഗക്ക് കൂടി പരിക്ക് പറ്റിയപ്പോൾ മിഡ്ഫീൽഡിലെ ഓപ്ഷൻസ് വളരെ ശുഷ്കമായി മാറിയിരിക്കുന്നു. സാബി അലോൺസോ പറയുന്നുണ്ട്, ഉള്ള ഓപ്ഷനുകൾ വെച്ച് ഞങ്ങൾക്ക് മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. റയൽ ഇനി ഈ വിൻഡോയിൽ ഒരു മധ്യനിര താരത്തെ സൈൻ ചെയ്യുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ആരും പുറത്തേക്ക് പോയില്ലെങ്കിൽ ഇനി ഒരു സൈനിങ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്നാൽ നമ്മൾ അലക്സ് കിർക്ക്ലാൻഡിൻ്റെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ESPN FCയുടെ ലേഖകനാണ്. അദ്ദേഹം വിശദമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമവിംഗയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സ്പ്രെയിൻഡ് ആങ്കിൾ, അപ്പോൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഞായറാഴ്ച കാര്യം അവരത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂഡ് ബെല്ലിംഗാം പരിക്കേറ്റ് പുറത്താണ്. അപ്പം അദ്ദേഹം ഇനി ഒക്ടോബർ വരെ അവൈലബിൾ ആയിരിക്കില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകും. റയൽ മാഡ്രിഡിൻ്റെ ആദ്യത്തെ ലലീഗ മത്സരം വരുന്ന ഓഗസ്റ്റ് 19 ഓസാസുനയ്ക്കെതിരെയാണ് ആ കളി നടക്കുന്നത്. പോയ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല ഡൊമസ്റ്റിക് ഫുട്ബോളിൽ നടത്തിയത് എന്നുള്ളത് കൊണ്ട് അവർക്ക് തിരികെ വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ടീമുള്ളത്. അതിനിടക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ കമവിംഗക്ക് കൂടി പരിക്ക് പറ്റുന്നത്. ഇപ്പം മാഡ്രിഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞത്, ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ എഡ്വാർഡ് കമവിംഗയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിക്കുണ്ട്, ഒരു സ്പ്രെയിൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആംഗിളിൽ എന്നാണ്. അദ്ദേഹം പുറത്തിരിക്കുമെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ 22-കാരനായിട്ടുള്ള താരം 5 ഇഞ്ചുറികളാണ് കഴിഞ്ഞ 12 മാസത്തിനിടക്ക് അദ്ദേഹത്തെ ബാധിച്ചത്. വെറും 19 അപ്പിയറൻസുകളാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ലാലിഗയിൽ നടത്തിയിരുന്നത്. ഇത്തവണ വീണ്ടും പരിക്കൊരു പ്രശ്നമാവുകയാണ്. പോയ സീസണിൽ നമുക്കറിയാം റയൽ മാഡ്രിഡിന് സെൻട്രൽ മിഡ്ഫീൽഡ് ആയിരുന്നു ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവിടെയുള്ള ഓപ്ഷൻസ് ഒന്നുകൂടി ലിമിറ്റഡ് ആവുകയാണ്. പ്രത്യേകിച്ച് ലൂക്ക മോഡ്രിച്ച് ക്ലബ്ബിൽ നിന്ന് പോയി അദ്ദേഹം AC മിലാനിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സോ അവിടുത്തെ ഓപ്ഷൻസ് ഒന്നുകൂടി ശുഷ്കമായിരിക്കുകയാണ്. മറ്റു മേഖലകളിൽ റയൽ മാഡ്രിഡ് ഒന്നുകൂടി ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, ഡേവിഡ് ഹ്യൂസൻ, ആൽവരോ കഡേറസ് ഇവരൊക്കെ വന്നുകൊണ്ട് മറ്റു പൊസിഷനുകൾ ശക്തിപ്പെടുത്തി. ഫ്രാങ്കോ മസ്റ്റൻഡൂനോ വൈഡ് ഫോർവേഡായിട്ട് കളിക്കാൻ കെൽപ്പുള്ളയാൾ അദ്ദേഹം സ്ക്വാഡിലേക്ക് ജോയിൻ ചെയ്യുന്നു. സോ അങ്ങനെയൊക്കെ മറ്റു മേഖലകളിൽ അവർ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സെൻട്രൽ മിഡ്ഫീൽഡിൽ അവരുടെ ഓപ്ഷൻസ് വളരെ ശുഷ്കമാണ്. സാബി അലോൺസോ ആർദ ഗ്യൂളറെയാണ് സെൻട്രൽ മിഡ്ഫീൽഡർ റോളിൽ ഫെഡറിക്കോ വാൽവർദേക്കും ആർലിൻ ഷുവാമനിക്കും ബെല്ലിംഗാമിനുമൊപ്പം ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിപ്പിച്ചത്. അവർ സെമി ഫൈനലിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. അന്ന് സാബി അലോൺസോ പറഞ്ഞത്, ആരാണോ ഞങ്ങൾക്കുള്ളത് അവരെ വെച്ചുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ ഞങ്ങൾ ഡൊമിനേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഒരു താരത്തിൻ്റെ ഒരു ഡിപ്പാർച്ചർ ഉണ്ടാവാതെ ഒരു താരത്തെ ഇനി അവർ സൈൻ ചെയ്യില്ല എന്ന് ESPN FC റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ അവർക്ക് മത്സരമുണ്ടല്ലോ, ഓസ്ട്രിയൻ ക്ലബിനെതിരെ അവർക്കൊരു ഫ്രണ്ട്ലി മത്സരമുണ്ട്. WSG ടിറോളിനെതിരെയാണ് കളി. ആ കളിക്ക് അവർ ഫസ്റ്റ് ടീം മിഡ്ഫീൽഡേഴ്സായിട്ട് അവർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 താരങ്ങളെയാണ്. ഷൂമനി, ഗ്യൂളർ, ഡാനി സബയോസ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ ചെറിയ ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ജൂഡ് ബെല്ലിംഗാം പരിക്കേറ്റ് ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കില്ല. കമവിംഗ കൂടി പുറത്തേക്ക് പോകുന്നു. സോ ആശങ്കകൾ അവിടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.